ഹലോ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മനോഹരമായ ഗ്രാമത്തിലേക്കാണ്. നമ്മുടെ ഈ ഒരു വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ വയനാട് ജില്ലയിലുള്ള ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ സ്ഥലം ഏതാണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും. നമുക്കറിയാം, വയനാട് ജില്ലയിലെ തന്നെ അതിമനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ് ബത്തേരിയോട് അടുത്ത് കിടക്കുന്ന വടക്കനാട് എന്ന് പറയുന്ന ഗ്രാമം. നമ്മളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം ഒരു വഴിയാണ്. വർഷങ്ങളായിട്ട് ഇടയ്ക്ക് ഈവനിങ് ഒക്കെ നമുക്കൊരു ഡ്രൈവ് പോകണമെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ വരാറുള്ള ഒരു വഴിയാണ്. പിന്നെ നമ്മുടെ കല്യാണത്തിന്റെ ഒക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ അന്നൊന്നും പ്രീ വെഡിങ്ങിനേക്കാൾ കൂടുതൽ പോസ്റ്റ് വെഡിങ് ആണ് ട്രെൻഡിങ് ആയിട്ട് കൂടുതൽ ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കാറ്. അപ്പം അന്ന് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ കൂടിയായിരുന്നു ഇത്. അതിനുശേഷവും നമ്മൾ ഇടയ്ക്ക് ഒരുമിച്ചൊക്കെ വീക്കെൻഡുകൾ നമ്മൾ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ നമ്മൾ കസിൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലും വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുള്ളൊരു സ്ഥലമായിരുന്നു. ഭയങ്കരമായിട്ടൊരു മൈൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള റൂട്ടാണിത്. ഇതിനു മുൻപ് പലതവണ നമ്മളിവിടെ വന്നപ്പോഴും വടക്കനാടിൻ്റെ കുറേ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കെപ്പോഴും ഈ ഗ്രാമത്തിനെ കാടിന് നടുവിലുള്ള ഒരു അതിമനോഹരമായ ഗ്രാമമായിട്ട് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടം. ശരിക്കും അത് അർത്ഥവത്താണ്. കാരണം ചുറ്റും നല്ല ഇടതൂർന്ന വലിയ വലിയ മരങ്ങളോട് കൂടിയ നല്ല പച്ചപ്പൊക്കെയുള്ള വനമാണ്. ഈ വനത്തിനൊക്കെ നടുക്കായിട്ട് ശരിക്കും ഒരു തനി നാടൻ ഗ്രാമം. ഒരുപാട് കൃഷിയിടങ്ങളൊക്കെയുള്ള നല്ല നെൽവയലുകളൊക്കെ ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം നിറഞ്ഞു കിടക്കുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം തന്നെയാണത്. വടക്കനാട് എന്ന് പറയുന്ന ഗ്രാമം സോഷ്യൽ മീഡിയയിലൊക്കെ എത്രത്തോളം ട്രെൻഡിങ് ആണോ അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ആ കൊച്ചു അങ്ങാടിയിലുള്ള പ്രകാശേട്ടന്റെ ചായക്കടയും. അവിടുത്തെ ചായയും പഴംപൊരിയൊക്കെ അത്യാവശ്യം ഫേമസ് ആണ് ആളുകൾക്കിടയിൽ. അതുകൊണ്ട് ഇത്തവണ വന്നപ്പോൾ നമ്മൾ എന്തായാലും ചായക്കടയിൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഒരു തനി നാടൻ ചായക്കടയാണിത്. ഇവിടെ ഈ പാടശേഖരങ്ങൾക്കിടയിലൂടെയൊക്കെ ചെറിയ ചെറിയ റോഡുകൾ 2 സൈഡിലൂടെയും പോകുന്നുണ്ട്. ആ വഴിയിലൂടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കാടിലേക്കാണ് എൻഡ് ആവുന്നത്. ഇതിൻ്റെ അങ്ങേ സൈഡ് എന്ന് പറയുന്നത് കർണാടക ഫോറസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഈ പാടശേഖരങ്ങളൊക്കെ പിന്നിട്ട് പിന്നെയും മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും വടക്കനാടിൻ്റെ ആ ഒരു കാനന ഭംഗിയിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്.
നമ്മൾ ഈ പറഞ്ഞൊരു കുളം എന്ന് പറയുന്നത് വടക്കനാട് റൂട്ടിൽ ഒരു ഹൈലൈറ്റ് സ്പോട്ടാണത്. ആളുകളൊക്കെ ഈ റൂട്ട് ആസ്വദിച്ച് വരുന്നുണ്ടെങ്കിലും മിക്കവാറും എല്ലാവരും വന്ന് ഹാൾട്ട് ചെയ്ത് അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ഒരു ലൊക്കേഷൻ അതാണ്. ഈ ഒരു കുളത്തിനോട് ചേർന്ന് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. കാരണം ഇവിടെ ശരിക്കും കാടാണ്. ഈ കുളത്തിന്റെ അപ്പുറം എന്ന് പറയുന്നത് തനി വനം തന്നെയാണ്. Invincible. ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്കും ഇവിടുത്തുകാർക്കും അറിയാം, വടക്കനാട് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്വർഗമാണ്. എപ്പോഴും നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ തനി നാടൻ കൃഷി കാഴ്ചകളും ഒക്കെ ആയിട്ട് ശരിയായ സ്വർഗം തന്നെയാണിത്. പച്ച പുതച്ച് കിടക്കുന്ന കൃഷിയിടങ്ങളും അതിന്റെ അവിടെ ഇവിടെയായിട്ട് ഓരോ കുളങ്ങള്, ആ കുളത്തിലൊക്കെ ഇങ്ങനെ താറാവുകളൊക്കെ നീന്തി തുടിക്കുന്ന കാണാം നമുക്ക്. പിന്നെ മേഞ്ഞു നടക്കുന്ന പശു, ആട്, ഇതൊക്കെ ആയിട്ടുള്ള ഗ്രാമ കാഴ്ചകൾ നമുക്ക് എത്ര ആസ്വദിച്ചാലും മതി വരില്ല. ഇവിടുത്തെ ഈ വയൽപ്പരപ്പിൽ നിന്നും ഉയരുന്ന മണ്ണിന്റെയും ചേറിന്റെയും മണം ഒരു പ്രത്യേക ഹരമാണ് നമുക്ക് തരുന്നത്. ഇതൊക്കെയായിരുന്നു അപ്പം ഇത്തവണത്തെ നമ്മുടെ വടക്കനാടേക്കുള്ള യാത്രയിലെ വിശേഷങ്ങളും കാഴ്ചകളും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.